ഇതൊരു റിനോവേഷൻ കഴിഞ്ഞ വീടാണ്. ഇത് പറഞ്ഞാൽ ആരും വിശ്വസിച്ചോളന്നില്ല. ഒരു പഴയ പെര കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറേബ്യൻ ആൻഡ് കൊളോണിയൽ കോമ്പിനേഷനിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്ന് നമുക്ക് ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ ഒരു ബാത്റൂം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ എന്തെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ വീടിനെ ഇത്രത്തോളം ബ്യൂട്ടിഫുൾ. ഹൈറ്റുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. നമ്മളെ ഷാൻഡലറിൻ്റെ നേരെ താഴെയായിട്ടാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേബിള്, അതിനോടനുബന്ധിച്ചിട്ടുള്ള തന്നെ ചെയർ വരുന്നത്. ഈ ഫർണിച്ചർ എല്ലാം എന്താണ്, ഇന്തോനേഷ്യനാണ്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഓരോ ബൈ ഇഞ്ചിൽ കാണാൻ പറ്റും. ഡൈനിങ് ഹാളിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പ്രയർ റൂം കാണാൻ പറ്റും. ഈ ഹാളിൻ്റെ സൈഡിലായിട്ടുള്ള റൂം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഇതെല്ലാം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ PU പെയിന്റിങ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സാണ്. നമുക്ക് ഇതിൻ്റെ ബാത്റൂംസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഒരു ബാത്റൂം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബ്ലെൻഡായിട്ട് പോകണമെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചിലപ്പോൾ എന്തെങ്കിലും ബേസിൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ടേപ്പായിരിക്കും. പക്ഷെ ഇത് രണ്ടും പാടെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ രണ്ടും ഒരു മാച്ചിങ് കിട്ടാത്ത ലെവലിൽ വരാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എല്ലാം വളരെ വളരെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാത്റൂമാണ്. അവരെന്നാൽ അതിനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എൻ്റെ പീസ് എന്താണ് വളരെ ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ ഫ്ലോറിൽ നമുക്ക് ഒന്നും പാടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇതും അതുപോലെ തന്നെ എന്താണ് ലാക്ക റെഡ് കൊണ്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വലിയൊരു വാഷിംഗ് ഏരിയ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ കോളറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ബേസിന് കാണാം. ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഒരു ടാപ്പ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലാക്സിങ് ഏരിയ കാണാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് ഒരു വുളു ബേസിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. നമുക്ക് ഇവിടുന്ന് മുസ്ലിംസിനൊക്കെ വുളു ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് കൈ കഴുകാം, ഇവിടെ നമുക്ക് കാല് കഴുകാം. നെക്സ്റ്റ് ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ്സ് ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ബെഡ്റൂമാണ്. ഡ്രസ്സിംഗ് ടേബിൾ, സൈഡ് ടേബിളുകൾ, വാർഡ്രോബ് എല്ലാം PU ഉപയോഗിച്ചിട്ടുള്ള വാർഡ്രോബുകൾ, വാൾപേപ്പർ എല്ലാം ഉണ്ട്. നമുക്ക് ബാത്റൂംസും ചെക്ക് ചെയ്യാം. മറ്റു ബാത്റൂമിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ ബിഗ്ഗർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 1600-800 സൈസിൽ വരുന്ന റോൾസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടൈലാണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഗ്ലോസി ആയിട്ടുള്ളത് നമുക്ക് വെറ്റ് ഏരിയയിലും കാണാൻ പറ്റും. ഉള്ളത് അപ്സ്റ്റെയർ ഹാളിലാണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 64 XRO എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിലേരിയ ക്രീമ എന്ന് പറയുന്ന ടൈലാണ്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് ടൈലാണോ ഇറ്റാലിയൻ മാർബിൾ ആണോ എന്നുള്ള ഡൗട്ട് വരുന്ന തെറ്റത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈലാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അധികം കാണാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ലാക്ക റെഡ് എന്ന് പറഞ്ഞ ഗ്രാനൈറ്റിൽ വരുന്നതാണ്. ഇത് രണ്ട് തിക്നെസ്സിൽ വരുന്ന പ്രൊഡക്റ്റാണ്. ഒന്ന് വരുന്നത് 9 mm, ഗ്രാനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 15 mm, 16 mm, 18 അങ്ങനെ പല തിക്നെസ്സിൽ വരുന്നതാണ്. ഇത് രണ്ടും ഒരേ ലെയറിൽ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്കൊരു ഇതിൻ്റെ ഒരു വർക്കറിൻ്റെ ഒരു കരവിരുത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അയാൾ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട്, നമുക്ക് താഴെ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ 3 ലെയറാണ്. ഫസ്റ്റ് ഒരു ബോർഡർ, പിന്നെ ടൈല്, വീണ്ടും ഒരു ബോർഡർ, പിന്നെ ടൈല്. ഈ ഒരു കോമ്പിനേഷൻ ഈ വീടിൻ്റെ ഈ ഒരു എൻ്റെ ഹാളിൻ്റെ ബ്യൂട്ടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് ഓരോ വീടിൻ്റെ എന്താണ് ബ്യൂട്ടി എടുത്ത് കാണിക്കുന്ന ഒരു വലിയ റോളുള്ള പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ അതുപോലെ തന്നെ വുഡൻ കളർ, ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടഡ് ആണ്. ഇന്തോനേഷ്യൻ വുഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്തോനേഷ്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടുന്ന് ഇത് 3 പീസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു പീസ്, ഈ ഒരു പീസ്, പിന്നെ ഈ എൻ്റയർ ഒരു പീസ്, ഇങ്ങനെ 3 പീസായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് അസംബിൾ ചെയ്തതാണ് ഇത്.
അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി, ഇതിൻ്റെ ഈ വീടുണ്ടാക്കിയ ആൾ എത്രമാത്രം ബൈ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീട് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ ഒരു ഡെഡിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓരോ കോർണറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റെൻഡർഗ്രാം എന്ന് പറയുന്ന താമരശ്ശേരി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ഫേമാണ് ഈ വീടിന്റെ ഡിസൈൻ മികവിന്റെ പിറകിലുള്ളത്. കസ്റ്റമർ വളരെ നല്ല അഭിപ്രായമാണ് അവരെ കുറിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത്. ഇനി മറ്റൊരു പോർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലൈറ്റ്സുകൾ വേൾഡ് ക്ലാസ് ലൈറ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ ലൈറ്റ്സ് എന്താണ്, ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ആണ്. ഈ ഷാൻഡലർ കാണാൻ പറ്റും. അതുപോലെ വാളിൻ്റെ ഓരോ പ്ലേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഏരിയ വരുന്നത് കിഡ്സ് റൂമുക്കുള്ള എൻട്രിയാണ്. ഇവിടെ ഒരു ചെറിയ പാസേജ് കാണാൻ പറ്റും. കിഡ്സ് റൂമിൽ ഇവർ അപ്ലൈ ചെയ്തിട്ടുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കിഡ്സ് റൂം. നമ്മൾ പൊതുവെ കിഡ്സ് റൂം എന്ന് പറയുമ്പോൾ ആകെ ഒരു ബഹളായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് വളരെ സിമ്പിൾ, നീറ്റ് ആൻഡ് ക്ലീൻ, ഈ വീടിനോട് നീതി പുലർത്തുന്ന ലെവലിലാണ് കിഡ്സ് റൂം ചെയ്തിട്ടുള്ളത്. കിഡ്സ് റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത് 1200 വുഡൻ പ്ലാങ്ക് ടൈലുകളാണ്. എപ്പോക്സി ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റെയർ ഹാളിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോയി നോക്കാം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം തന്നെയാണ്. നമ്മൾ ഹാളിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം പാറ്റേൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്ലോറിന് വരും ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരു സ്കേർട്ടിങ്, 3 ലെയർ സ്കേർട്ടിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാക്ക റെഡ് കൊണ്ടുള്ള ഒരു ബോർഡർ നമുക്ക് കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് മിറർ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഒരു വാർഡ്രോബ്സ്, ഈ വാർഡ്രോബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബാത്റൂമിലുള്ള എൻട്രി വരുന്നത്. വാർഡ്രോബ് പോലെ തന്നെ ഡോറാണ് നമുക്ക് ഈ ബാത്റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ബാത്റൂം കാണാം. 3 ലെയറായിട്ടാണ് നമുക്ക് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഏരിയ, ടോയ്ലറ്റ് ഏരിയ, അതുപോലെ തന്നെ വെറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഡ്രൈ ഏരിയയിൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോളർ എന്ന ബ്രാൻഡിന്റെ ബേസിങ് കാണാം. അതുപോലെ തന്നെ ഗോൾഡ് ബ്രഷ്ഡ് ആയിട്ട് വരുന്ന ഒരു ടാപ്പും ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടേബിളിന്റെ ടോപ്പ് വരുന്നത് നമുക്ക് വാളിൽ ഉപയോഗിച്ചിട്ടുള്ള 4x2 RAK എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബ്ലാക്ക് ബ്യൂട്ടി എന്ന ഡിസൈനാണ്. അതേ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ടേബിൾ ടോപ്പിന് ചെയ്തിട്ടുള്ളത്. പല കസ്റ്റമർ ചോദിക്കുന്നതാണ് എന്ത്, നമുക്ക് ടേബിൾ ടോപ്പിന് ഗ്രാനൈറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഇവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വാളിന് ഉപയോഗിച്ചിട്ടുള്ള അതേ ടൈൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടേബിൾ ടോപ്പിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ മൊത്തത്തിൽ 3 കോമ്പിനേഷനാണ് കാണാൻ പറ്റുക. ബ്ലാക്ക് ടൈല് വാളിൽ ചെയ്തിട്ടുണ്ട്, ഏകദേശം 8 അടി ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വാളിൽ വരുന്നത് വൈറ്റ് സ്റ്റാത്തോരി ഡിസൈനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലോറിൽ ക്രീം കളറിലാണ് വന്നിട്ട്. ഇതിന് 3ന്റെയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റുക. അത് ഈ സ്റ്റെയറിന്റെ സ്റ്റെപ്പുകളെല്ലാം വുഡനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റെപ്പിന്റെ സ്റ്റെയർ നമുക്ക് വുഡൻ ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ചെതിൽ അതുപോലെ തന്നെ ബാക്കി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. വുഡിന്റെ ഫ്ലോർ, നമ്മളെ കേരളത്തിന്റെ ക്ലൈമറ്റിന് ഫ്ലോർ മാത്രമേ ഉള്ളൂ എന്ത് നമുക്ക് വുഡൻ റെക്കമെൻഡഡ് അല്ലാത്തുള്ളൂ. നാച്ചുറൽ വുഡാണ്, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരാനില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മുമ്പ് പറഞ്ഞത് കൊളോണിയൽ ആൻഡ് അറേബ്യൻ കോമ്പിനേഷനാണ്. ഈ ഒരു പീസ് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കൊളോണിയൽ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിങ് നമുക്ക് ഇതിൻ്റെ ഓരോ ഏരിയയിലും കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4x2 ടൈലുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ് ടു ടോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ടൈല് ഗ്രേ കളറിൽ വരുന്നത്, നമ്മളെ നോർമൽ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ള 6x4 വീണ്ടും മാറ്റ് ഫിനിഷ് ടൈല്. പിന്നെ നമുക്ക് മൊറോക്കൻ ഡിസൈൻസിൽ വരുന്ന ടൈല്. ഇപ്പോൾ പല ആളുകളും ഈ ബോർഡർ ഇടുന്നത് വളരെ ട്രെൻഡ് ഔട്ടാണ്, പഴയ മോഡലാണെന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെ. നമുക്കത് ഈ എൻ്റെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നല്ല പ്രൊഡക്റ്റ് മാത്രം ചൂസ് ചെയ്തെന്നുള്ളതുകൊണ്ട് എന്തായിക്കൊള്ളുന്നില്ല, വീട് ബ്യൂട്ടിഫുൾ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വർക്കേഴ്സിന് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്ത എല്ലാ വർക്കേഴ്സിനും എൻ്റെ പേഴ്സണൽ ആയിട്ടും സീറോക്കിൻ്റെ ഭാഗത്തുനിന്നും വലിയൊരു ഹാറ്റ്സ് ഓഫ്.